മാലിന്യ നിക്ഷേപ കേന്ദ്രം എന്ന നിലയിൽ ദീർഘകാലം കടുത്ത ദുരന്തവും അവഗണനയും പേറേണ്ടി വന്ന തിരുവനന്തപുരത്തെ വിളപ്പിൽശാലയുടെ മുഖച്ഛായ മാറ്റാൻ ലോകോത്തര ആരോഗ്യ ഗവേഷണ കേന്ദ്രം വരുന്നു. പ്രമുഖ അർബുദ രോഗവിദഗ്ധനും നടൻ പൃഥ്വിരാജിന്റെ അമ്മാവനുമായ ഡോക്ടർ എം.വി. പിള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ബി.ജെ.പി. നേതാവുമായ വി രാജേഷിനും ശ്രീകുമാറിനും അയച്ച കത്തിലൂടെയാണ് വിളപ്പിൽശാലയുടെ ഭാവി മാറ്റിയെഴുതുന്ന വൻ പദ്ധതിയുടെ സൂചനകൾ പുറത്തുവന്നിരിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് ശ്രീകുമാർ. ഡല്ലാസിൽ നിന്നും 2026 ഓഗസ്റ്റിൽ അയച്ച കത്തിൽ കേരളത്തിൽ വി രാജേഷിനും സംഘത്തിനും ലഭിക്കുന്ന വൻ ജനപിന്തുണയെയും സ്വീകാര്യതയും ഡോക്ടർ എം.വി. പിള്ള പ്രശംസിക്കുന്നുണ്ട്. വന്നു, കണ്ടു, കീഴടങ്ങി എന്ന രീതിയിലാണ് രാജേഷിന്റെയും സംഘത്തിന്റെയും പ്രവർത്തനങ്ങൾ ജനഹൃദയങ്ങൾ കീഴടക്കിയതെന്ന് അദ്ദേഹം കുറിക്കുന്നു. വിളപ്പിൽശാല എന്ന പ്രദേശത്തിനു മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ദുരന്തത്തെയും കളങ്കത്തെയും കുറിച്ച് താൻ മുൻപ് മനസ്സിലാക്കിയിരുന്നില്ല എന്ന് ഡോക്ടർ പിള്ള കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രദേശത്തോടും ജനങ്ങളോടും മുൻകാലങ്ങളിൽ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം എന്ന നിലയിൽ ലോകത്തിലെ തന്നെ 1-ാം നമ്പർ പബ്ലിക് ഹെൽത്ത് സ്ഥാപനമായ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയുടെ സഹകരണത്തോടെ ഒരു സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് നിർമ്മിക്കുകയാണ് ഏറ്റവും അനുയോജ്യമായ മാർഗം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് എം.വി. പിള്ള കേരളത്തിന്റെ പൊതുജനാരോഗ്യം നേരെയാക്കാൻ ശ്രമിച്ചിരുന്നു. അതിനു മുന്നിൽ നിൽക്കുകയും ചെയ്തു. പക്ഷെ അന്നൊന്നും ഇത്തരത്തിലൊരു കത്ത് എം.വി. പിള്ള നൽകിയിരുന്നില്ല. മല്ലിക സുകുമാരന്റെ സ്വന്തം സഹോദരനാണ് എം.വി. പിള്ള. പല മലയാളി പ്രമുഖരുടെയും അടുത്ത സുഹൃത്തുമാണ്. കേരളത്തിൽ നിന്നും അമേരിക്കയിലെത്തുന്ന മലയാളികൾക്ക് നല്ല ചികിത്സ ഉറപ്പുവരുത്തുന്ന പ്രധാനി. അത്തരമൊരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് വി രാജേഷിനെ പുകഴ്ത്തുന്നത്. വന്നു, കണ്ടു, കീഴടക്കി എന്ന പ്രയോഗത്തിൽ അദ്ദേഹം ഈ കത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആ പ്രയോഗത്തിലുണ്ട് എം.വി. പിള്ളയുടെ സ്നേഹം. വിളപ്പിൽശാലയെ അമേരിക്കയിലെ ഈ കൂടിക്കാഴ്ച മാറ്റിമറിക്കും. മയോ ക്ലിനിക്ക്, ജോൺസ് ഹോപ്കിൻസ് തുടങ്ങിയ ലോകോത്തര പ്രശസ്തമായ സ്ഥാപനങ്ങളുമായി പങ്കാളിത്തം സ്ഥാപിച്ച് വിളപ്പിൽശാല ഒരു മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് ശക്തമായ പിന്തുണ നൽകുമെന്ന് ഉറപ്പുണ്ടെന്നും കത്തിൽ പറയുന്നു. ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ പ്രൊഫസർ ഷെൽബി കുട്ടി ഉടൻ തന്നെ വി രാജേഷുമായും സംഘവുമായും കൂടിക്കാഴ്ച നടത്തും. 1998-ൽ സമാനമായൊരു ഓഫർ സിംഗപ്പൂരിലേക്ക് പോയിരുന്നുവെങ്കിലും പുതിയൊരു പദ്ധതിക്കായി എപ്പോഴും വാതിലുകൾ തുറന്നു കിടക്കുകയാണെന്നും പഴയ ആ ഓഫർ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുമെന്നും ഡോക്ടർ എം.വി. പിള്ള ഉറപ്പു നൽകുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ദിനംപ്രതി ലോകാരോഗ്യ കണക്കുകൾ പുറത്തുവിട്ട് നമ്മൾ കണ്ടു പരിചയിച്ച അതേ ജോൺസ് ഹോപ്കിൻസ് സ്ഥാപനം തന്നെയാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മാലിന്യ പ്ലാന്റിനെതിരായ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ വാർത്തകൾ നിറഞ്ഞു നിന്ന വിളപ്പിൽശാലയിൽ രാജ്യാന്തര നിലവാരമുള്ള ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ വരുന്നത് പ്രദേശത്തിന് വലിയൊരു നിർണായക വഴിത്തിരിവാകും. മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം വികസന നീക്കങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്.